Praise be to God Almighty, Father, Son and Holy Spirit, one true God. Amen. The wedding is ready, but those invited were not worthy. St. Matthew chapter 22, verse 8. Dear Achan and beloved ones in Christ. ആശായുടെ തിങ്കൾ രാത്രി നമസ്കാരം 3-ാം കൗമയിലെ വിശുദ്ധ സുവിശേഷ ഭാഗത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. ഈ ഉപമ നമുക്കറിയാവുന്നതാണ്. വിവാഹ വിരുന്ന് തയ്യാറാക്കി ഒരുപാട് പേരെ വിളിച്ചു, ആരും വന്നില്ല. അവർക്കാർക്കും അതിനുള്ള യോഗമുണ്ടായില്ല, അവർ യോഗ്യരായില്ല. ഇതൊരു വലിയ വിവാഹ വിരുന്നിന്റെ അനുഭവമാണ്. A special banquet has been prepared for us, especially this week, while we contemplate deeply, focusing more onto the event and meaning of incarnation. മനുഷ്യാവതാരം, അതിൽ തന്നെയുള്ള കുരിശാരോഹണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള മഹനീയമായ സംഭവത്തിന്റെ തുടർ ധ്യാനങ്ങൾ. Repetitively we meditate on this. നമ്മൾ ദേവാലയത്തിൽ നിൽക്കുന്നു, അവിടെ നിന്ന് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആവർത്തിച്ച് ഈ മഹത്തായ സംഭവം നമ്മൾ ധ്യാനിക്കുകയും ചെയ്യും. അതൊരു വലിയ വിവാഹ വിരുന്നിന്റെ അനുഭവമാണ്. അപ്പോഴ് ആ അനുഭവത്തിൽ it is not just an emotional exercise. It is more than that. We are contemplating on the event of salvation. പക്ഷെ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയെ സംബന്ധിച്ചാണ്. Not invited were not worthy. Invitation, through baptism we have been invited. But then when we are standing there, the question is that he makes a statement. The invited ones are not worthy. ഭയപ്പെടുത്തേണ്ട ഒരു ചോദ്യമാണ്, ഒരു വലിയ സ്വയം പരിശോധനയുടെ ചോദ്യമാണ്. നാം നിൽക്കുന്ന സ്ഥലം, ആരാധിക്കുന്ന ദേവാലയം എന്തിനെല്ലാം വേണ്ടി നാം ഉപയോഗിച്ചിട്ടുണ്ട്? Our personal faith, for us to get accepted, in satisfying our ego. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇൻവിറ്റേഷൻ ലഭിച്ച ഒരു ജീവിതം ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം. പക്ഷെ വേദനയോടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, they are not becoming worthy of it. അടുത്തൊരു ചോദ്യം, അവിടെ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, what is our unworthiness? What makes us worthy? അടുത്ത ചോദ്യം. It's only the mercy of God that makes us worthy. നമ്മൾ വിചാരിക്കുന്നതാണ്, നമ്മൾ സ്വയം ന്യായീകരിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതാണ് we are worthy enough. This is my right to be here, God. No. It is because of the mercy of God that we are here. It is because of the mercy of God that we are, though invited, we are becoming worthy to stand in the presence of God. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരാഴ്ച നമ്മളുടെ യോഗ്യത ദൈവകരുണയാണെന്ന് വിശ്വസിക്കുവാനും ഉറപ്പുവരുത്തുവാനും തിരുത്തലുകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യു ആർ worthy servant, come and dine with me എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുനരുത്ഥാന പെരുന്നാളിൽ നമ്മളെ യോഗ്യരാക്കി തീർക്കട്ടെ.